ഹലോ, എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ആലപ്പുഴ തന്നെ നല്ലൊരു സ്പോട്ടാണല്ലോ. അപ്പം നമ്മൾ കരുതി എന്നാൽ അവിടെ തന്നെ അങ്ങ് പോകാം. 2-3 ടീമിനെ കോൺടാക്ട് ചെയ്ത് അതിൽ നല്ലൊരു ടീമിനെ നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ അവർ ത്രൂ ആണ് നമ്മളുടെ ഇന്നത്തെ ട്രിപ്പ് എല്ലാം പ്ലാൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ അവിടെ എത്തി. കുട്ടൂസിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന 2 ചേട്ടന്മാരും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അവരുടെ വൈഫും ഉണ്ടായിരുന്നു. ആദ്യം നമ്മൾ പോകുന്നത് കയാക്കിങ്ങിനാണ്. അവരാദ്യം ലൈഫ് ജാക്കറ്റൊക്കെ തന്ന് നമ്മളെ സെറ്റാക്കി നമ്മളുടെ ഫോണ്, പേഴ്സ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കീപ്പ് ചെയ്യാൻ വേണ്ടി ഒരു പൗച്ച് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിലോട്ടൊക്കെ വെച്ച് നമ്മൾ സെറ്റാക്കി. അപ്പം ആദ്യം സുമേഷ് ചേട്ടനും കാവ്യയാണ് കയറിയപ്പോൾ തന്നെ പുള്ളിക്കാരൻ ഓരോ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നു. നമ്മളതെങ്ങനെ പിടിക്കണം എന്നുള്ളതും ഏത് സൈഡിലോട്ട് തുഴയണം എന്നുള്ളതൊക്കെ നല്ലപോലെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു കേട്ടോ. പിന്നെ അവരെ കയറ്റി അവരൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റി. കാവ്യ ഓൾറെഡി പോയിട്ടുണ്ട്. സുമേഷ് ചേട്ടൻ ഫസ്റ്റ് ടൈമാണ്. അടുത്തായിട്ട് പോകുന്നത് ഇമാനുവൽ ചേട്ടനും ജെസ്സിയും ആയിരുന്നു. അവരെയും കയറ്റി. ജെസ്സിക്കൊക്കെ നല്ല പേടിയുണ്ട്. ജെസ്സിക്ക് മാത്രമല്ല കേട്ടോ, എനിക്കിപ്പം അവരെ സെറ്റാക്കി. അവർ കയറി അവരങ്ങ് ഫ്രണ്ടിലോട്ട് വിട്ട്. ഞാൻ ലാസ്റ്റ് കയറാന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു. കാരണം എന്തുവാവെന്ന് അറിയത്തില്ലല്ലോ. ഞാൻ ഫസ്റ്റ് ടൈമാണ്. എനിക്ക് ജെസ്സിയെക്കാളും പേടിയുണ്ട് എനിക്ക്. അപ്പം ഇവർ പോയിട്ട് ഇവരങ്ങോട്ട് കയറി സെറ്റായ ശേഷം നമുക്ക് കയറാമെന്ന് വെച്ചു. ലാസ്റ്റ് അങ്ങനെ എന്നെ വിളിച്ച് ഞാൻ അങ്ങോട്ട് ഇങ്ങനെ പതുക്കെ ചെല്ലും. അപ്പോൾ പുള്ളിക്കാരൻ പറയുമോ എൻ്റെ ഡ്രസ്സിൻ്റെ സെയിം കളറിലുള്ള ബോട്ട് തന്നെയാണ് ഇതെന്ന്. അതെന്തായാലും എനിക്ക് ഇഷ്ടമായിട്ടോ. പിന്നെ ഞാൻ എന്തേ തത്തക്ക പിത്തക്കാന്ന് വെച്ച് ഇങ്ങനെ കയറാൻ നിൽക്കുകയാണ്. അപ്പം പുള്ളി പറയുന്നുണ്ട് പതുക്കെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ വെള്ളത്തിൽ വീഴാതെ നോക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചങ്ങ് കയറും. പേടിച്ചിട്ടൊക്കെ കയറുന്നത്. എങ്ങാനും പറഞ്ഞാൽ ഞാൻ ഒറ്റ കയറുള്ളൂ. കുട്ടൂസ് വരെ അങ്ങോട്ട് മുകളിലോട്ടൊക്കെ കയറി നിൽക്കുന്നത്. അങ്ങനെ ഞാൻ സക്സസ്ഫുള്ളി അവിടെ കയറിയിരുന്നു. പിന്നെ പുറകിന് കുട്ടൂസും കയറിയിരുന്നു. എന്നിട്ട് ഞങ്ങളെ അവർ പതുക്കെ ഫ്രണ്ടിലോട്ട് അങ്ങ് തുഴഞ്ഞ് പോകാൻ പറഞ്ഞ് നമ്മൾ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തെത്തി. അപ്പം ഇവിടെ നിന്നാണ് നമ്മളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അവർ പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് ഇങ്ങനെ പോകണം, ആ സൈഡിൽ കൂടെ പോകണം എന്നുള്ളത്. എൻ്റെ നേരെ മുന്നിൽ കാണുന്ന ആ ബിൽഡിംഗ് കണ്ടോ, അത് വഴി കറങ്ങി നമുക്കിങ്ങ് വരണം. അതാണ് ആ ചേട്ടൻ നമ്മളോട് പറഞ്ഞത്. പിന്നെ ഇതിൽ ഏറ്റവും ഫണ്ണി ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മുന്നിൽ കൂടെ നമ്മളെക്കാളും ഭയങ്കര ഭീകരന്മാരായിട്ടുള്ള ബോട്ടുകൾ വരുമ്പം ഞങ്ങൾ അങ്ങ് കിടന്ന് വെള്ളത്തിൽ കിടന്ന് ഡാൻസ് കളിക്കും. കാരണം വെള്ളം കിടന്ന് ഭയങ്കര ഓളമായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഇപ്പം വീഴും എന്നുള്ള കുട്ടൂസ് അതൊക്കെ ചിരിച്ചോണ്ടിരിക്കും. ഫോൺ പിടിക്കാൻ എനിക്ക് പേടിയാണ്. അതുകൊണ്ട് കുട്ടൂസിൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അമ്മയ്ക്ക് പ്രാണവേദന, നിനക്ക് ഇവിടെ വീണവായന. അതെങ്ങനെയുണ്ട് ആ ഡയലോഗുകളാവോ? ഞാൻ വലിയ ബോട്ട് നോക്കിയപ്പോഴേ ആനയും ഉറുമ്പ് പോലെയായിരുന്നു ഞങ്ങൾ. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് ഇച്ചിരി പേടിയൊക്കെ ഉണ്ടെങ്കിലും നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പം ഞാനിങ്ങനെ വെള്ളത്തിൽ കൈയിട്ടുകൊണ്ടിരിക്കും. കാരണം നല്ല തണുപ്പുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ കുറേ നേരം ഞാൻ വെള്ളത്തിലൊക്കെ കൈയിട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. സുമേഷ് ചേട്ടനും ഇമാനുവൽ ചേട്ടനും എല്ലാം അങ്ങനെ പതുക്കെ വരുന്നുണ്ട്. ഇവരുടെ കാര്യമായിരുന്നു ഭയങ്കര കോമഡി. കാരണം ഇവരെ കയറി കെട്ടി വലിച്ചിട്ടാണ് ചേട്ടൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് കുറച്ച് ദൂരം. ഒന്ന് ആശ്വസിച്ചിരിക്കുമ്പോഴത്തേക്കാണ് അതേ അടുത്തവൻ വരുന്നത്. ഇവൻ്റെ ഷോ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് എവിടെ ഇല്ലാത്ത കുരുക്കുമായിരുന്നു ബോട്ടിനുണ്ടായിരുന്നത്. ഒന്നിനു പുറകെ ഒന്നായി പാരകൾ വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അവന്മാരൊക്കെ പോയ ശേഷം നമ്മൾ പതുക്കെ തുഴഞ്ഞു. കുറച്ച് ദൂരം തുഴഞ്ഞ് അങ്ങ് ചെല്ലുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കും. പിന്നെ അങ്ങ് തുഴയും. അങ്ങനെയായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. തണലിൽ നോക്കിയിട്ട് നമ്മൾ ഒന്ന് ഒതുക്കുമായിരുന്നു. കുട്ടൂസ് അടങ്ങി ഭയങ്കര വൈബൊക്കെ അടിച്ച് തുഴഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു, പ്രോയെ പോലെ. എന്തായാലും മറിച്ചൊന്നും ഇടാതെ പതുക്കെ സേഫായിട്ട് തുഴഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. ആദ്യം എനിക്ക് ഇച്ചിരി പേടി ഉണ്ടായിരുന്നു, ഇച്ചിരിയല്ല നല്ലപോലെ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഓക്കെ ആയി. നമ്മൾ കുറച്ചൊക്കെ ഫ്രണ്ടിലോട്ട് വന്ന ശേഷം പിന്നെ അങ്ങ് ഓക്കെ ആയി. പിന്നെ ഞാൻ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കുട്ടൂസിന് എടുത്ത് കൊടുത്ത്. ആവേശം കൊണ്ടാണ് അറിയത്തില്ല, ഇച്ചിരി ഒന്ന് സ്പീഡ് കൂടുന്നുണ്ട്. പിന്നെ ഒരു കാര്യമുള്ളത്, നല്ല വെയിലായിരുന്നു. നല്ല അടിപൊളി സൂപ്പർ വെയിലായിരുന്നു. ഈ വെയിലത്ത് ഈ ഒരു പ്രാന്ത് ഞങ്ങൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ഒരാളും ഉണ്ടായിരുന്നില്ല കയാക്കിങ്ങിനായിട്ട്. അയ്യോ കുട്ടി, അതൊക്കെ പോയാൽ മതി. ഇനി ഞാനൊരു സൂപ്പർ ബോട്ട് കാണിച്ചു തരാം കേട്ടോ. ഇവർ നമ്മളോട് പറഞ്ഞത് ഇൻഡിവിജ്വലായിട്ട് ഓരോ ബോട്ടിലായിട്ട് പോകാമെന്നാണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞു വേണ്ട, നമ്മൾ ഇങ്ങനെ ഡബിൾ എടുക്കുന്നുള്ളൂ പറഞ്ഞു. ഇൻഡിവിജ്വലും കൂടെ ആയതാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ കായലിൽ എവിടെയെങ്കിലും കിടന്നേനെ. കിട്ടാ ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഇങ്ങനെയുള്ള ഓരോ വമ്പന്മാർ വന്ന് പോകും. അപ്പം നമ്മൾ സൈലൻ്റ് ആയിട്ട് അങ്ങ് ഇരിക്കണം. ദേ ആ ചേട്ടനാണെങ്കിൽ സുമേഷ് ചേട്ടനെയും കാവ്യനെയും കയറേ കെട്ടി വലിച്ചങ്ങ് കൊണ്ടുപോകുക കേട്ടോ. ഇതെങ്ങോട്ടേക്കാണ് പോകുന്നത്? നമ്മൾ പിന്നെ ടയേർഡായി എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ നമുക്ക് ജ്യൂസൊക്കെ മേടിച്ച് തരാൻ വേണ്ടി ഓരോ സ്പോട്ടൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ അങ്ങോട്ട് തുഴഞ്ഞ് തന്നെ പോകണമായിരുന്നു. നമ്മൾ ഒരുവിധം തുഴഞ്ഞ് തിരിച്ച് എങ്ങനെയെങ്കിലും കരയ്ക്ക് അടുപ്പിക്കണം എന്നായിരുന്നു. അങ്ങനെ അടുപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് എല്ലാവരും പകുതി കുളിച്ചേക്കുന്നത്. വേർത്തിട്ടാണോ അറിയത്തില്ല, വെള്ളം വീണിട്ടാണോ അറിയത്തില്ല, എന്തായാലും പകുതി കുളി കഴിഞ്ഞു. പിന്നെ നമുക്ക് ഉച്ചക്കലത്തേക്കുള്ള ഫുഡും ഇവരുടെ പാക്കേജിങ്ങിൽ തന്നെയായിരുന്നു.
ഉണ്ടായിരുന്നു. നമ്മളതുപോലെ ഷിക്കാര ബോട്ടിംഗ് കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അതിൽ തന്നെയാണ് നമ്മളെ ഫുഡ് കഴിക്കാനും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഇതായിരുന്നു കേട്ടോ നമ്മൾ പോയത്. അത്യാവശ്യം നല്ലൊരു ലോങ് ജേർണി ആയിരുന്നു നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ. അയലും അതുപോലെ ബോട്ടുകളും എന്ത് രസമായിരുന്നു അറിയാമോ ബോട്ടുകളൊക്കെ കാണാനായിട്ട്. നമ്മൾ അതൊക്കെ എൻജോയ് ചെയ്ത് ബോട്ടിലെ പാട്ടൊക്കെ വെച്ച് നമ്മളിങ്ങനെ അടിച്ചു പൊളിച്ചങ്ങ് പോയി. അപ്പോൾ ഇതിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ അവിടെ ചെന്നപ്പോൾ തന്നെ പുള്ളിക്കാരൻ നമുക്ക് വേണ്ട സീറ്റിംഗ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ആക്കി നമുക്ക് ഏത് മീനാണ് വേണ്ടതെന്നൊക്കെ കൊണ്ടുവന്ന് നമുക്ക് കാണിച്ചു തന്നായിരുന്നു. അപ്പോൾ നമ്മൾ അതൊന്ന് പ്രൈസൊക്കെ ചോദിച്ചു, എല്ലാത്തിൻ്റെയും പ്രൈസൊക്കെ ചോദിച്ച് നമ്മൾ കരിമീനാണ് ഫിക്സ് ചെയ്തത്. 4 കരിമീൻ ഫ്രൈ ആണ് അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരതൊക്കെ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. കുറച്ച് നേരം ഒരു 10 മിനിറ്റോളം നമ്മളവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഓരോരോ ഐറ്റംസ് ആയിട്ട് അവർ കൊണ്ടുവരാൻ തുടങ്ങി. അങ്ങനെ സാധനങ്ങളെല്ലാം വന്നു. നമ്മളങ്ങനെ അറ്റാക്കിംഗ് മോഡിലോട്ട് പോയി. കാരണം കയാക്കിംഗ് ഒക്കെ ചെയ്ത് ഭയങ്കര ക്ഷീണമായിരുന്നില്ല എല്ലാവർക്കും. ഫുഡെല്ലാം നൈസായിരുന്നു, ഒന്നൊഴുകി കരിമീൻ. ഞങ്ങൾ ആഗ്രഹിച്ച് മേടിച്ച കരിമീൻ ഞങ്ങളെ ചതിച്ചു. നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് നമ്മളുടെ സ്പോട്ടിലോട്ട് നമ്മൾ കയറിയെടുത്തോട്ട് തന്നെ പോവുകയാണേ. കടലിന്റെ പെണ്ണാണ് ഒരു കറുത്ത മുത്താണ്, അവൾ കാണവൻ വരുന്ന വരവൻ തിരഞ്ഞു നിന്ന നിപ്പാണ്. കടക്കണ്ണ് കണ്ണാവാ ചിരിച്ചേരു കണ്ണാവാ, ആ പറഞ്ഞി തലവനുയിരു കുളിരണിഞ്ഞതെന്നാണ്. കഥ അവനറിഞ്ഞില്ല മതിമയങ്ങി നിന്നല്ലോ, മനക്കോട്ട കൊണ്ടി കടപ്പുറത്ത് കോട്ട പക്ഷല്ലോ. നമ്മൾ അടുത്ത സ്പോട്ട് പിടിച്ചു. എങ്ങോട്ടേക്കെന്നറിയാവോ? നേരതേ ലൈറ്റ് ഹൗസ്. നമ്മൾ ഒരു പ്രാവശ്യം ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ മുകളിലോട്ട് കയറാൻ പറ്റിയില്ല. അന്നത് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് കയറാൻ പറ്റും. ഒരു കാര്യം ഞാൻ എന്തായാലും ഉറപ്പിച്ചിട്ടോ, ഈ കയാക്കിങ്ങും ഷിക്കാര ബോട്ടിങ്ങും എല്ലാം കഴിഞ്ഞ ശേഷം പാലക്കാട് നിന്ന് ഇനി അവർ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ അവരെ ബോട്ടിങ്ങിന് കൊണ്ടുപോകും. ഇവരിപ്പോൾ ഈ നോക്കുന്നത് എന്താണെന്നറിയാവോ? ലോട്ടറി റിസൾട്ടാണ്. ഭാഗ്യം അടിച്ചില്ല. നിങ്ങളുടെ ഹസ്ബൻഡിനും ഇതുപോലെ ലോട്ടറി എടുക്കുന്ന ഒരു ശീലം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. ഭാഗ്യം കൈക്കുമ്പിളിലായതുകൊണ്ട് തന്നെ 1, 2 നമ്പറിനൊക്കെ പ്രൈസ് പോകുന്നത്. സാരമില്ല, നമുക്കിപ്പോൾ ലൈറ്റ് ഹൗസ് ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുട്ടൂസിനെ കൊണ്ട് പോകുന്നത് കേട്ടോ. അപ്പം മുകളിലോട്ട് നോക്കിയപ്പം ഇത് ഇനിയിപ്പം മുകളിൽ വരെ എത്തണ്ടേ, കയറി തീരുമോ എന്നുള്ള ടെൻഷനിലാണ്. ഓരോരുത്തരായിട്ട് കയറുന്നുണ്ട്. ജെസ്സിയാണ് ആദ്യം കയറുന്നത്, ലാസ്റ്റ് ഞാനും. ഒത്തിരി ക്ഷീണിച്ച് നമ്മളങ്ങനെ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ എത്തിയിരിക്കുകയാണ്. കിടിലൻ വ്യൂ. കിടിലെന്ന് പറഞ്ഞാൽ കിടിലൻ വ്യൂ ആയിരുന്നു. ആലപ്പുഴ ഇത്രയും സുന്ദരിയാന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എന്തായാലും അടിപൊളി. അപ്പോൾ ആലപ്പുഴ വരുന്നവർക്ക് എന്തായാലും ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആയിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ ലൈറ്റ് ഹൗസ്. ഞങ്ങളൊന്ന് കറങ്ങി നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ അടുത്ത് ഒരു കപ്പിൾസ് നിൽക്കുന്നു, ഒരു അപ്പൂപ്പനും അമ്മയും. ക്യൂട്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ ലൈറ്റ് ഹൗസിന്റെ ഭംഗി ആസ്വദിച്ച ശേഷം ഞങ്ങൾ താഴെയുള്ള മ്യൂസിയത്തിലോട്ട് പോയി. സത്യം പറഞ്ഞാൽ അവിടെ എന്താണെന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ലായിരുന്നു. അവിടെയുള്ള കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കിയ ശേഷമാണ് മനസ്സിലായത്. കുറേ ബൾബും കുറേ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ മ്യൂസിയം മിസ് ചെയ്യേണ്ട. അങ്ങനെ അതെല്ലാം കണ്ട് നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോകാൻ തീരുമാനിച്ചു. നേരെ നമ്മുടെ ബീച്ചിലോട്ട്, ആലപ്പുഴ ബീച്ചിലോട്ട്. നല്ല മഴക്കോളുണ്ടായിരുന്നു. മഴ പെയ്യോ ഇല്ല എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. എന്തായാലും മഴ ഞങ്ങളെ ചതിച്ചില്ല, മഴ പെയ്തു. ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് ഒരു കാപ്പി കുടിക്കേണ്ട ടൈമേ ആയുള്ളൂ. അപ്പോഴത്തേക്ക് അവൾ നല്ലപോലെ അങ്ങ് പെയ്യാൻ തുടങ്ങി. നമ്മൾ പിന്നെ ഒട്ടും സമയം കളഞ്ഞില്ല. എല്ലാവരും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നേരെ വീട്ടിലോട്ട് തിരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ.